വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൈ, കാല്, പാദം, വജൈന, ബ്രസ്റ്റ്, യൂട്രസ്, അതായത് നമ്മുടെ സ്റ്റൊമക്ക്, ഈ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് സൂചി കൊണ്ട് കുത്തുന്നത് പോലുള്ളൊരു വേദന ഓവുലേഷൻ കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേദന നിങ്ങൾക്ക് വരുന്നത്, അതെങ്ങനെയാണ് പ്രഗ്നൻസിയുടെ വേദനയാകുന്നത്, ഇനി ആ ഒരു കണ്ടീഷൻ ഭയങ്കര കൂടുതലായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഓവർകം ചെയ്ത് പുറത്തേക്ക് വരേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളിൽ ഒന്നും തന്നെ നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഡെയിലി നമ്മുടെ ചാനലിൽ ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഞാനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാവുന്നതാണ്. ലൈവിൽ ഒരുപാട് പേരുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഒരു ഡോക്ടറുടെ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കില്ല നിങ്ങൾക്ക് എന്നിൽ നിന്ന് കിട്ടുന്നത്. കാരണം ഞാനൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അല്ല. അതുകൊണ്ട് തന്നെ എക്സ്പേർട്ടും ഏറ്റവും റിലയബിളും ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ജോയിൻ ബട്ടൺ ഇനേബിൾ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. തീർത്തും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള പോസ്റ്റിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടെലിഗ്രാം അക്കൗണ്ടിലോട്ട് വരാവുന്നതാണ്. ഒരിക്കലും അതിൽ ഞാൻ പറയുകയാണ്, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതും ഒരുപാട് മെഡിക്കലി ആയിട്ടുള്ളതുമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. ജസ്റ്റ് ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിക്കുള്ളതേ നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടുള്ളൂ കേട്ടോ. 159 എബോവ് ആയിട്ട് മെമ്പർഷിപ്പ് എടുക്കും. 159 എബോവ് അല്ല, 159 159 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കാണ് ഈ ഒരു ബെനിഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്, ചേച്ചി സൂചി കൊണ്ട് കുത്തുന്നത് പോലുള്ളൊരു വേദന തുടർച്ചയായിട്ടുണ്ടാകുന്നു എന്നുള്ളത്. നമ്മൾ പയ്യെ ഇപ്പോൾ പേപ്പറിലൊക്കെ കുത്തുന്നത് പോലെ ഒരു സൂചി ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് കയ്യിലൊന്ന് കുത്തുമ്പോൾ ഒരു സെൻസേഷൻ നമുക്കുണ്ടാകും. അതുപോലെ ഒരു കുത്തുന്നത് പോലുള്ളൊരു വേദനയായിരിക്കും ഓവുലേഷൻ കഴിഞ്ഞിട്ട് പല സമയങ്ങളിലും സ്ത്രീകൾക്ക് ഉണ്ടാവുന്നത്. ഇത് ഏറ്റവും ആദ്യം കണ്ടുവരുന്നത് നമ്മുടെ യൂട്രസിലാണ്. യൂട്രസിൽ കുഞ്ഞ് അറ്റാച്ച് ആയി തുടങ്ങുന്നത് നമ്മുടെ ലെഫ്റ്റ് ഭാഗത്തോ റൈറ്റ് ഭാഗത്തോ ഒക്കെ ആണെങ്കിൽ ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് ഒന്ന് കുത്തുന്നത് പോലുള്ളൊരു വേദന ഇടയ്ക്കിടയ്ക്ക് നമുക്കുണ്ടാകും. ഒരുപാട് അസഹനീയമായിട്ടുള്ള രീതിക്കായിരിക്കില്ല ഈ ഒരു വേദന പോകുന്നത്. കുറച്ചു നേരം മാത്രം ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് ഹെവി അല്ലാത്ത രീതിക്കുള്ള വേദനയായിരിക്കും നമുക്ക് വന്നു പോകുന്നത് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോ എക്സ്പാൻഡ് ആവാനായിട്ട്, അതിന്റെ വലിപ്പം വർദ്ധിക്കാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് യൂട്രസിന് ചുറ്റുമുള്ള മസിൽസും എക്സ്പാൻഡ് ആവുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് കേട്ടോ. അടുത്ത് നമുക്ക് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത് ബ്രസ്റ്റിലാണ്. ബ്രസ്റ്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതും അതുപോലെ അതിലോട്ടുള്ള രക്തയോട്ടം നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും ഈ ഒരു വേദന ഉണ്ടാവാനായിട്ടുള്ള റീസൺ ആണ് കേട്ടോ. ബ്രസ്റ്റിന് ചുറ്റുമുള്ള ഭാഗത്തോ അല്ലെങ്കിൽ നിപ്പിളിന്റെ ഭാഗത്തോ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുക. മോസ്റ്റ് പ്രോബബ്ലി നിപ്പിളിന്റെ ഭാഗത്തായിട്ടായിരിക്കും ഇങ്ങനെ കുത്തുന്നത് പോലുള്ള ഒരു വേദന നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. തൊടുന്ന സമയത്താണെങ്കിലും വളരെയധികം അസ്വസ്ഥതയോട് കൂടിയിട്ടുള്ളൊരു വേദനയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തൊരു ശരീര അവയവം എന്ന് പറയുന്നത് വജൈനയാണ്. വജൈനയുടെ പോർഷനിലോട്ടും കൂടുതൽ രക്തയോട്ടം വർദ്ധിക്കുന്നതാണ് ഈ ഒരു റീസൺ ആയിട്ട് വരുന്നത്. ബ്ലഡ് വെസൽസ് ഒക്കെ ഡൈല്യൂട്ട് ആവാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കുറച്ചധികം കൂടുതലായിട്ട് ഉണ്ടാകാം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കുറച്ചൊന്ന് കൂടിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു അസ്വസ്ഥത കുറഞ്ഞോളും. പിന്നെ ലാസ്റ്റ് ട്രൈമസ്റ്റർ ഡെലിവറി ഒക്കെ അടുക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ ഈ 3 സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ശരീര അവയവം എന്ന് പറയുന്നത് നമ്മുടെ കാല്, അതായത് മുട്ടിന് കീഴ്പോട്ടേക്കുള്ള ഭാഗവും നമ്മുടെ പാദത്തിന്റെ പോർഷനുമാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ ഒന്ന് ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ, നോർമലി നിങ്ങളിപ്പോൾ ചമ്രമടിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ നിലത്തിരിക്കുന്ന ഒരാളാണെങ്കിലോ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നേരം നിലത്തിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടാകും. കാല് പെട്ടെന്ന് തന്നെ മരവിക്കുന്നത് പോലെയുള്ളൊരവസ്ഥ. നമ്മൾ കാല് മരവിച്ച് കഴിഞ്ഞതിന് ശേഷം കാല് നിലത്ത് കുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ടെംപ്ടേഷൻ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെയുള്ളൊരു വ്യത്യാസമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കൈ ആണെങ്കിലും ഒരുപാട് നേരം ഇപ്പോൾ കയ്യിൽ തല വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ആളുകളുണ്ടാകും. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാകും. ഇച്ചിരി നേരം പോലും വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ.
അടുത്തൊരു അവയവമാണ് നിങ്ങളുടെ കൈയുടെ ആ ഒരു ഉള്ളിലുള്ള ഒരു പോർഷൻ. ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കട്ട് കിടക്കുന്നത് പോലുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുക. കട്ടുറുമ്പ് കുത്തുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത അവിടെ ഉണ്ടാവില്ലേ, അതുപോലൊരു സെൻസേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു മരവിപ്പ് പോലെയുള്ളതോ കുത്തുന്നത് പോലെയുള്ള ഒരു ബുദ്ധിമുട്ട് കൈയുടെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നാണ് ഈ ഒരു കണ്ടീഷനെ വിളിക്കുന്നത്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. പ്രഗ്നൻസി അല്ലാത്തവർക്കും ഉണ്ടാവും കേട്ടോ. പക്ഷെ പ്രഗ്നൻസി മൂലമാണ് നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ വന്നതെങ്കിൽ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് മാറിപ്പോയിക്കോളും. എനിക്കുണ്ടായതാണ് പ്രഗ്നൻസിയുടെ സമയത്ത്, ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത് ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്ന റിലാക്സിൻ ഹോർമോൺ ആണ്. ബോഡി എക്സ്പാൻഡ് ആവാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള എല്ലാ മസിൽസിനെയും ആ ഒരു പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്ന റിലാക്സിൻ ഹോർമോൺ ആ ഒരു മസിൽസ് ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ആകാനായിട്ട് വികസിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസ്കംഫേർട്ട് ഈ അവയവങ്ങളിലൊക്കെ ഫീൽ ചെയ്യാം കേട്ടോ. അടുത്തൊരു കണ്ടീഷനാണ് അനീമിയ. നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിക്ക് റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാത്ത സിറ്റുവേഷനിലാണ് അനീമിയ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു 10 സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 പേർക്കും അനീമിയ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ബോഡിയെ നറീഷ് ചെയ്യാൻ പാകത്തിനുള്ള പല ഐറ്റംസ് നമുക്ക് ഡെയിലി എന്നോണം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് അനീമിയ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ എപ്പോഴും പ്രിനേറ്റൽ വിറ്റമിൻസ് ആയിട്ട് അയോണിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അനീമിയ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഭയങ്കര വേഴ്സ് ആയിട്ട് ഉണ്ടാക്കാം. അടുത്തൊരു ബുദ്ധിമുട്ടാണ് സയാറ്റിക്കയുടെ കണ്ടീഷൻ. നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, കുറച്ചധികം വേഴ്സ് ആയിട്ട് ഉണ്ടാവുന്ന ഈ ഒരു കണ്ടീഷൻ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നടുവിന്റെ പോർഷനിൽ ഈ ഒരു കുത്തുന്നത് പോലുള്ള സെൻസേഷൻ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു കണ്ടീഷനാണ് നമ്മൾ ഒരുപാട് മണിക്കൂർ ഒരു പൊസിഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഒരുപാട് നേരം ഒരേ സൈഡ് തന്നെ തിരിഞ്ഞിട്ട് ഒരുപാട് മണിക്കൂറുകളോളം കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് മണിക്കൂറുകളോളം ഇരുന്ന്, ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ഇരുന്ന് ഒരൊറ്റ സ്ട്രെച്ചിൽ ഒരു 5 മണിക്കൂറൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നത്, അങ്ങനെയുള്ള കണ്ടീഷൻസ്. അതുപോലെ തന്നെ നമ്മൾ നിലത്തിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് മണിക്കൂറുകളോളം നമ്മൾ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള റീസൺ ആണ് കേട്ടോ. നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് കൂടി കടന്നു പോകുമ്പോഴേക്കും ഒരിക്കലും ഒരു പൊസിഷനിൽ തന്നെ ഒരുപാട് നേരം ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടിൽ കുക്കിംഗ് ചെയ്യുന്നവരാണെങ്കിലും ഒരുപാട് നേരം നിൽക്കുന്നതോ ഒരുപാട് നേരം ഇരിക്കുന്നതോ സുഗമമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. 1-2 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ഇരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിലൊരു 50 മിനിറ്റ്സോളം നന്നായിട്ട് വാക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തൊരു കണ്ടീഷനാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ഷുഗർ ലെവലിൽ ഇൻക്രീസ് വരുന്നതാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാകാനായിട്ടുള്ള കാരണം. ഓൾറെഡി PCOD ഉള്ള സ്ത്രീകൾക്കും ശരീരഭാരം കൂടുതലുള്ള സ്ത്രീകൾക്കും ജെസ്റ്റേഷണൽ ഡയബറ്റീസ് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഓൾറെഡി നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഷുഗർ ലെവൽ നന്നായിട്ട് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. PCOD മറ്റുള്ള വെയിറ്റ് കൂടുതലുള്ള സ്ത്രീകൾക്ക് ആ ഒരു ചാൻസ് കുറച്ചും കൂടി ബാക്കിയുള്ള സ്ത്രീകളെക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ ഷുഗർ ലെവൽ കൂടുകയും നെർവ്സ് ഡാമേജ് ആകാനായിട്ടും ചാൻസ് ഉണ്ടാകുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന എല്ലാ കണ്ടീഷൻസും ഡെലിവറി കഴിഞ്ഞ് ഒരു 3 months ഒക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയി പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന ശരീര അവയവങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാളും കൂടുതൽ അവയവം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പറയുവാണെങ്കിൽ നമ്മുടെ ഈ വയറിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ, ബ്രസ്റ്റ്, വജൈന, നമ്മുടെ ബട്ടോക്സിൻ്റെ പോർഷൻ, നടുവിൻ്റെ പോർഷൻ, കാല്, പാദം, കൈ, ആ ഒരു കൈ, അതുപോലെ തന്നെ നമ്മുടെ കൈപ്പത്തി, ഈ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കൂടുതലായിട്ടും വരുന്നത് കേട്ടോ. ഇനി ഈ ഒരു കണ്ടീഷൻ വരുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വന്നാൽ എങ്ങനെ അതിൽ നിന്നും ഓവർകം ചെയ്യാമെന്ന് നോക്കാം. ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. ഇത് നന്നായിട്ട് നല്ല രീതിക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അനീമിയ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയേൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നന്നായിട്ട് കൂട്ടുക. അത്തിപ്പഴം, ഉണക്കമുന്തിരി, മാതള നാരങ്ങ, അതുപോലെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, നട്ട്സ് തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഡെയിലി എന്നോണം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒപ്പം സോഡിയം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് നന്നായിട്ട് ഒന്ന് ലിമിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ്, ബാക്കിയുള്ള പാക്കറ്റിൽ വരുന്ന ഫുഡ് ഐറ്റംസിൽ കൂടുതൽ ഉപ്പിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് നന്നായിട്ട് നിങ്ങൾ ലിമിറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒരു പൊസിഷനിൽ ഒരുപാട് നേരം ഇരിക്കാതിരിക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കണ്ടീഷൻസ് ഒക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വേദനയ്ക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെയിൻ കില്ലേഴ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻസ് കിട്ടും. അത് എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ നിങ്ങൾക്ക് മാറിപ്പോയിക്കോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.